ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. എക്സിമോകൾ ചെന്നായ്ക്കളെ പിടിച്ചിരുന്നത് കൗശലപൂർവമാണ്. തണുത്തുറഞ്ഞ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് ചെന്നായ്ക്കളുടെ ചർമ്മവും രോമവും കൊണ്ടുള്ള വസ്ത്രങ്ങൾ ആവശ്യമാണ്. ചെന്നായ്ക്കളുടെ മാംസം അവർ തിന്നുകയും ചെയ്യും. ചീറിപ്പായുന്ന ചെന്നായ്ക്കളെ ഓടിച്ചു പിടിക്കാൻ കഴിയില്ല. എന്നാൽ അവർ ബുദ്ധി ഉപയോഗിക്കുന്നു. മൂർച്ചയുള്ള കത്തികൾ രക്തത്തിൽ മുക്കി ചെന്നായ്ക്കൾ സഞ്ചരിക്കുന്ന വഴികളിൽ വയ്ക്കുന്നു. തണുത്തുറഞ്ഞ ആർട്ടിക് പ്രദേശത്ത് രക്തം പെട്ടെന്ന് കട്ട പിടിക്കും. വീണ്ടും വീണ്ടും കത്തിയിൽ രക്തമൊഴിച്ച് കത്തിയെയും അതിൻ്റെ മൂർച്ചയുള്ള ഭാഗത്തെയും രക്തം കൊണ്ട് മറയ്ക്കുന്നു. രാത്രിയിലെ തണുപ്പിൽ രക്തക്കൊതിയന്മാരായ ചെന്നായ്ക്കൾ രക്തത്തിൻ്റെ മണമടിച്ച് ആർത്തിയോടെ വന്നെത്തുന്നു. കത്തിയിൽ പുരണ്ടിരിക്കുന്ന രക്തം കൊതിയോടെ നക്കിയെടുക്കുന്നു. അവർ പോലും അറിയാതെ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തം നാക്കും മുഖവും ഉപയോഗിച്ച് നക്കിയെടുക്കുന്നു. സ്വന്തം രക്തമാണോ കത്തിയിലെ രക്തമാണോ എന്നറിയാതെ അവർ ആസ്വദിച്ചു കുടിക്കുന്നു. ആ സമയം അവരുടെ മുഖം തണുപ്പിൽ തണുത്തുറയുന്നു. സ്വന്തം മുഖം മുറിഞ്ഞ് രക്തം വാർന്നൊലിക്കുന്ന ചെന്നായ്ക്കൾക്ക് അവർക്ക് സംഭവിച്ചിരിക്കുന്ന അപായം മനസ്സിലാക്കാതെ അതിൽ രസിക്കുന്നു. ക്രമേണ ചെന്നായ്ക്കൾ ചത്തുവീഴുന്നു. കൂർമ്മബുദ്ധിക്കാരായ ചെന്നായ്ക്കൾ എക്സിമോകളുടെ കുടുക്കിൽ ജീവിതം അവസാനിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ചോര കുടിക്കണം എന്നാഗ്രഹിക്കുന്നവരുടെ അവസാനവും ഇങ്ങനെയാണ്. അവർ ഒരിക്കലും അറിയുന്നില്ല തങ്ങളിലുള്ള വിദ്വേഷവും വെറുപ്പും അവർക്കു തന്നെ കെണിയാവുമെന്ന്. മറ്റുള്ളവരുടെ തകർച്ചയിൽ ആസ്വദിക്കുന്നത് ചിലർക്ക് രസമാണ്. എന്നാൽ ആ തകർച്ചകൾ നോക്കിക്കൊണ്ട് രസിക്കുമ്പോൾ നശിക്കുന്നത് അവർ തന്നെയാണ്. വികൃതമാകുന്നത് അവരുടെ മുഖമാണ്. ബുദ്ധി മാത്രം പോരാ, നമ്മുടെ ഹൃദയം നല്ലതാകണം, ലക്ഷ്യങ്ങൾ നല്ലതാകണം, മാർഗം ശുദ്ധിയുള്ളതാകണം. ഹൃദയവിശുദ്ധി കളങ്കപ്പെടാതെ നോക്കണം. കെണികളിൽ പെടാതെ സൂക്ഷിക്കുവാൻ ദൈവകൃപ ആവശ്യമാണ്. എഫേസ്യർ 6:10. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.